സ്പഗറ്റി ഉണ്ടാക്കുന്നതിനാവശ്യമായ ക്യാപ്സിക്കം അരിഞ്ഞു വയ്ക്കുക, ഒരു ടൊമാറ്റോ, 2 ക്യാരറ്റ്, സെലറി, 1-2 പീസ് ഗാർലിക്, ഒരു ചെറിയ ആണിയൻ, ഇത്രയും നമുക്ക് ആവശ്യമാണ്. പിന്നെ വഴിയെ വേണ്ടതുപോലെ പറയാം. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ ആദ്യം ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട ശേഷം അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇട്ട ശേഷം ക്യാപ്സിക്കും ക്യാരറ്റും ഗാർലിക്കും വലിയ ഉള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഒത്തിരി വേണ്ട, ഒരു കുറച്ച് സമയം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച് ഷ്രെഡ് ചെയ്ത് അതും ഇടുക, പെപ്പർ ഇടുക, ടൊമാറ്റോ ക്രഷ് ചെയ്തിടുക. അതും വലുതായിട്ട് നോക്കണ്ട. അതിനകത്തേക്ക് നന്നായിട്ട് കുരുമുളക് പൊടിച്ചിടുക. വളരെ നന്നായിട്ട് കുരുമുളക് പൊടിച്ചിടുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന സ്പഗറ്റി ഇട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ സോയ സോസ്, ഞാൻ ഈ ക്വിക്കോമാൻ്റെ സോയാണ് ഉപയോഗിക്കുന്നത്. അതൊരു 2-3 സ്പൂണ് ഇടണം. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സെലറി ഇടുക. സെലറിയാണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നതായ സാധനം. ഞാൻ പിന്നെ ചിക്കൻ വേവിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് ലെമൺ ഗ്രാസും കൂടെ ഇട്ടിരുന്നു. ലെമൺ ഗ്രാസ് ചതച്ച് അതിനകത്തിട്ടു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടും. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഒരു പീസ് ബട്ടർ ഇതിൻ്റെ മുകളിലിടുക. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്കിതിനകത്ത് ഫിഷോ ട്യൂണയോ ചെമ്മീനോ എന്ത് വേണേലും ഇടാം. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ഒരു ചിക്കൻ ഹോൾ ലെഗ് ഫ്രൈ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് നല്ല എല്ലാ ഇൻഗ്രീഡിയൻസും കിട്ടി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ലാംപാങ് സോസാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഒരു ഇന്തോനേഷ്യൻ സോസാണ്. ഇല്ലെങ്കിൽ ചില്ലി സോസ് എന്തെങ്കിലും വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എൻജോയ് ചെയ്യൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.